പാലക്കാട് വാളയാറിലെ പെൺകുട്ടികളുടെ ദുരൂഹ മരണത്തിൽ അന്വേഷണം ബന്ധുവിലേക്ക് നീളുന്നു. പെൺകുട്ടിയുടെ അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. മൂത്ത കുട്ടിയെ ബന്ധു പലതവണ പീഡിപ്പിച്ചു എന്നാണ് അമ്മയുടെ മൊഴി. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ലതീഷ് ചേരുന്നു, ഞങ്ങളുടെ പ്രതിനിധി. ലതീഷ്, നേരത്തെ തന്നെ ദുരൂഹതകൾ നിരവധിയായിരുന്നു. ഈ ഘട്ടത്തിൽ ഇപ്പോൾ ചില ലക്ഷ്യങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നു എന്ന സൂചനകളാണോ? അജിംഷാദ്, തീർച്ചയായും അന്വേഷണ സംഘം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ദുരൂഹത നീക്കാൻ ആവശ്യമായ തെളിവ് അന്വേഷിച്ചുള്ള യാത്രയിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കുകയുമുണ്ടായി. എന്നാൽ ഈ അന്വേഷണ സംഘം മുമ്പാകെയാണ് ഇപ്പോൾ അമ്മ നിർണായകമായ മൊഴി നൽകിയിരിക്കുന്നത്. ബന്ധുവായ ആൾ മൂത്ത കുട്ടിയെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയിരുന്നതായി അമ്മ അന്വേഷണ സംഘത്തിന് മുമ്പാകെ മൊഴി നൽകിയിരിക്കുന്നു. തീർച്ചയായും അന്വേഷണ സംഘം ഉടൻ ബന്ധുവിനെ കസ്റ്റഡി എടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യും. ഇതിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ പോലീസിന് ലഭിക്കുമെന്ന് തന്നെയാണ് നമുക്ക് അന്വേഷണ സംഘത്തിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഇത്തരത്തിൽ മൂത്ത കുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്തതിന്റെ പേരിൽ മാതാപിതാക്കൾ ഇയാളെ നിരവധി തവണ വാഞ്ചി ചെയ്യുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്ന് അദ്ദേഹം പിന്നോട്ട് മാറിയില്ല എന്ന തരത്തിൽ തന്നെയാണ് അമ്മ പോലീസിനോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഈ താക്കീതൊന്നും ഞങ്ങളുടെ താക്കീതൊന്നും കണക്കിലെടുക്കാതെ അദ്ദേഹം ഈ മൂത്ത പെൺകുട്ടിയെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുന്നത് താനും അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം മരിച്ച രണ്ടാമത്തെ കുട്ടിയും കണ്ടു എന്ന നിർണായക വെളിപ്പെടുത്തലാണ് ഇപ്പോൾ അന്വേഷണ സംഘം മുമ്പാകെ അമ്മ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആ തരത്തിൽ അന്വേഷണം ബന്ധുവിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നീക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. ഉടൻ ഇയാളെ കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യലിൽ നിർണായകമായ ചില കാര്യങ്ങൾ ഈ മരണവുമായി ബന്ധപ്പെട്ട് 2 മരണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചില നിർണായക കാര്യങ്ങൾ അന്വേഷണ സംഘത്തിൽ ലഭിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അന്വേഷണ സംഘം അന്വേഷണം ആരംഭിച്ച ഘട്ടത്തിൽ അതേപോലെ തന്നെ തൃശൂർ റേഞ്ച് IG MR അജിത് കുമാറും അല്പസമയത്തിനകം പാലക്കാട് എത്തുന്നുണ്ട്. അന്വേഷണ സംഘവുമായി ഇദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇതിന്റെ അടിസ്ഥാനത്തിലാവും അന്വേഷണ സംഘം മുന്നോട്ട് പോവുക. അജിംഷാദ്, അതായത് പ്രകൃതി വിരുദ്ധ ലൈംഗികതയ്ക്ക് കുട്ടികളെ ഉപയോഗിച്ചു എന്ന രീതിയിലേക്കുള്ള പരിശോധനാ ഫലങ്ങളാണ് പുറത്തെത്തുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിഗമനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു പോലീസ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടാമത്തെ കുട്ടി, ഇളയ കുട്ടി തൂങ്ങി മരിച്ചതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിലുള്ള പ്രാഥമികമായ ഒരുപാട് കല്ലുകടികൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഈ ഘട്ടത്തിൽ ബന്ധുവിനെ ഇത്തരത്തിൽ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നതിലേക്കാണോ അതോ കൊലപാതകത്തിലേക്കുള്ള കാര്യങ്ങളാണോ പോലീസ് അന്വേഷണത്തിൽ വിലയിരുത്തുന്നത്? എന്തൊക്കെയാണ് അത് സംബന്ധിച്ച സൂചനകൾ? കൊലപാതകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ അന്വേഷണ സംഘം എത്തിയിട്ടില്ല. ഇദ്ദേഹത്തെ ഈ അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ബന്ധുവിനെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ അത്തരം കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘത്തിന് കടക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ കുട്ടിയുടെ കഴിഞ്ഞ ശനിയാഴ്ച തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ കുട്ടിയുടെ മരണത്തിലുള്ള ദുരൂഹത ഇപ്പോഴും തുടരുകയാണ്. ഈ കുട്ടിയും നേരത്തെ മൂത്ത കുട്ടിയെ ഇയാൾ ലൈംഗികമായി ചൂഷണം ചെയ്തത് കണ്ടു എന്നാണ് അമ്മ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ബന്ധുവിനെ ഉടൻ തന്നെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കും. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ വാർത്ത നൽകിയിരുന്നു, ലൈംഗിക ബന്ധത്തിന് കുട്ടികൾ വിധേയമായിട്ടില്ല എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് വിധേയമാക്കിയോ എന്ന തരത്തിലുള്ള, അതായത് ലൈംഗിക ചൂഷണത്തിന് കുട്ടികളെ വിധേയമാക്കിയോ എന്ന തരത്തിലുള്ള അന്വേഷണം കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് ആരംഭിച്ചിരുന്നു. ഈ ഘട്ടത്തിലാണ് അമ്മയുടെ നിർണായകമായ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ബന്ധുവിനെ ഉടൻ കസ്റ്റഡിയിലെടുക്കും, വിശദമായി ചോദ്യം ചെയ്യും. ഇതിൽ നിന്നാവും മറ്റു കാര്യങ്ങളിലേക്ക് പോലീസ് പോവുക. അങ്ങനെയാണെങ്കിൽ മൂത്ത കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് 2 പേരെ ചില നിഗൂഢ സാഹചര്യത്തിൽ കണ്ടു എന്ന തരത്തിൽ രണ്ടാമത് മരിച്ച പെൺകുട്ടി ചില മൊഴികൾ നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് രണ്ടാമത്തെ കുട്ടിയുടെ മരണം എന്നതിലേക്ക് തെളിവ് നശിപ്പിക്കാനുള്ള നീക്കമായും വിലയിരുത്തപ്പെട്ടിരുന്നു. ആ വിധത്തിലുള്ള അന്വേഷണത്തിന്റെ പുരോഗതി കൂടി അന്വേഷണ സംഘം മുമ്പാകെ കഴിഞ്ഞ ദിവസം മരിച്ച നിലയിൽ കണ്ടെത്തിയ കുട്ടിയാണ് അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ ഇത്തരം ഒരു മൊഴി നൽകിയത്. എന്നാൽ ഈ വീടിനോട് ചേർന്നുള്ളത് ഒരു പൊതുവഴിയാണ്. ആ പൊതുവഴിയിലൂടെ പോകുന്ന ആളുകൾ എന്നുള്ള നിലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നിരവധി പേരെ അന്വേഷണ സംഘം വിളിച്ചു വരുത്തുകയും അവരെ ചോദ്യം ചെയ്യുകയും അല്ലെങ്കിൽ അവരുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ വിവരം പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്നാൽ അമ്മയുടെ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ബന്ധുവിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ വ്യക്തത ഇക്കാര്യത്തിൽ വരുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അജിംഷാദ്, തീർച്ചയായും ലതീഷാണ് വിവരങ്ങൾ നൽകിയത്. വാളയാറിൽ പെൺകുട്ടികളുടെ മരണവുമായി ബന്ധപ്പെട്ട് വാളയാറിലെ പെൺകുട്ടികളുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള നിഗൂഢതകൾക്ക് അറുതിയാകുന്നു എന്ന സൂചനയാണ് ഏറ്റവും ഒടുവിൽ അന്വേഷണ സംഘത്തിൽ നിന്നും ലഭിക്കുന്നത്. അമ്മയുടെ മൊഴി പ്രകാരം അടുത്തൊരു ബന്ധുവിലേക്ക് അന്വേഷണം കൃത്യമാക്കിയിരിക്കുന്നു പോലീസ് എന്ന സൂചനയാണ് ഏറ്റവും ഒടുവിൽ എത്തുന്നത്. ഇതിന്റെ വിവരങ്ങളാണ് ലതീഷ് നൽകിയത്.